മറ്റൊരു വാർത്ത ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് വരുന്നത്. അവിടെ കണ്ണൂർ ധർമ്മടത്ത് UDF സ്ഥാനാർത്ഥിയുടെ പര്യടനം തടസ്സപ്പെടുത്തിയെന്ന പരാതി ഉയർന്നിരിക്കുന്നു. മുഴുപ്പാലയിലാണ് അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദിന്റെ വാഹനം തടഞ്ഞത്. CPIM പ്രവർത്തകർ സ്ഥാനാർത്ഥിക്ക് നേരെ കൊലവിളി നടത്തിയെന്നും പ്രവർത്തകർ ആരോപിക്കുന്നു. അർജുൻ കല്യാട് വിവരങ്ങളുമായി ചേരുന്നു. അർജുൻ, എന്താണ് അവിടെ സംഭവിച്ചത്? ശരി, അർജുൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കണ്ണൂർ ധർമ്മടത്താണ് UDF സ്ഥാനാർത്ഥിയുടെ പര്യടനം തടസ്സപ്പെടുത്തിയെന്ന് ഇപ്പോൾ പരാതി ഉയരുന്നത്. മുഴപ്പാലയിലാണ് അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദിന്റെ വാഹനം തടഞ്ഞത്. അർജുൻ, എന്താണ് സംഭവിച്ചത്? അതായത് ഇന്ന് രാത്രി ഏകദേശം ഒരു 9:45 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. അഞ്ചരക്കണ്ടി മുഴപ്പാല കൈതപ്രം എന്ന സ്ഥലത്താണ് ഈ സംഭവം. ഈ VP അബ്ദുൾ റഷീദ് UDF ധർമ്മടം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമുള്ള ഒരു പര്യടനം അതുവഴി കടന്നു പോവുകയായിരുന്നു. ആ സമയത്താണ് അവിടെ ഒരു CPIM പ്രവർത്തകൻ ഈ പര്യടന വാഹനത്തിന്റെ കുറുകെ അദ്ദേഹത്തിന്റെ ബൈക്ക് കൊണ്ട് നിർത്തുകയും VP അബ്ദുൾ റഷീദിന് നേരെ അസഭ്യവും അതുപോലെ തന്നെ കൊലവിളിയും നടത്തിയതായിട്ടുള്ള പരാതി ഉയർന്നിരിക്കുന്നത്. അതിനുശേഷം അവിടെ ഈ UDF പ്രവർത്തകർ ഈ വാഹനങ്ങളിൽ നിന്നും ഇറങ്ങി ഈ പ്രവർത്തകന്റെ അടുക്കിലേക്ക് വരികയും ഈ പ്രവർത്തകൻ വലിയ രീതിയിൽ ആക്രോശവും വെല്ലുവിളിയും ഒക്കെ നടത്തുകയും ഒക്കെ ചെയ്തത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ അവിടെ മറ്റ് CPM പ്രവർത്തകരൊക്കെ എത്തുകയും അവിടെ ഒരു സംഘർഷാവസ്ഥ ഉടലെടുക്കുകയും ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ ഏകദേശം ഒരു 20 മിനിറ്റിന് ശേഷം ചക്കരക്കല്ല് പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. ആ 20 മിനിറ്റ് ശേഷമാണ് പോലീസ് എത്തി ആ സ്ഥിതിഗതികളെല്ലാം തന്നെ ശാന്തമാക്കിയത്. അതുവരെയും ഒരു സംഘർഷാവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. ഒരാൾ മാത്രമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് പക്ഷേ മറ്റ് CPM പ്രവർത്തകരൊക്കെ അവിടെ എത്തുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പരാതിയായി ഉയർന്നിരിക്കുന്നത്. ഈ സംഭവത്തിൽ ഈ അവിടെ ഉണ്ടായിരുന്ന ആ പ്രതിയെ പോലും പോലീസ് അറസ്റ്റ് ചെയ്യാനോ കസ്റ്റഡിയിൽ എടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചില്ല എന്നാരോപിച്ചുകൊണ്ട് ഇപ്പോൾ ചക്കരക്കല്ല് പോലീസ് സ്റ്റേഷന് മുന്നിൽ ഈ UDFന്റെ സ്ഥാനാർത്ഥി VP അബ്ദുൾ റഷീദും അതുപോലെ തന്നെ UDF പ്രവർത്തകരുമൊക്കെ ഒരു പ്രതിഷേധ പരിപാടിയും സംഘടിപ്പിക്കുകയാണ്. കാരണം പോലീസിന്റെ ഒത്താശയോടുകൂടി പലയിടങ്ങളിലും പല സ്ഥലങ്ങളിലായി UDFന്റെ പ്രചരണ ബോർഡുകൾ നശിപ്പിക്കുക, പ്രചരണ സാമഗ്രികളെല്ലാം തന്നെ ഇല്ലാതാക്കുക തുടങ്ങി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥി പ്രചരണങ്ങൾ ആരംഭിച്ചത് മുതൽ തന്നെ CPM പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വ്യാപകമായ രീതിയിലുള്ള ഇത്തരം സംഭവങ്ങൾ അക്രമങ്ങളൊക്കെ പലയിടങ്ങളിലായി ഉണ്ടാവുകയാണ്. ആ സംഭവങ്ങൾക്കെല്ലാം തന്നെ പോലീസ് ഒത്താശ നൽകുന്ന സമീപനമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് UDF ഇപ്പോൾ പരാതിയായി സൂചിപ്പിച്ചിരിക്കുന്നത്. അല്പസമയം മുൻപ് ചക്കരക്കൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ UDF പ്രവർത്തകരും ഒക്കെ എത്തുകയും അവിടെ ഒരു ഉപരോധ പ്രതിഷേധം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പോലീസുമായി ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യാമെന്നുള്ള ഉറപ്പ് ലഭിച്ചതിന് സ്ഥാനാർത്ഥിയുടെ പര്യടനം തടസ്സപ്പെടുത്തി എന്നുള്ളതാണ് അവിടുത്തെ പരാതി. പോലീസുകാർ ഒത്തുകളിക്കുന്നു എന്ന ആരോപണവും അവിടെ ഉയരുന്നുണ്ട്. അർജുൻ കല്യാടാണ് വിശദവിവരങ്ങൾ നൽകിയത്.